ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിംബാബ്വെക്കെതിരായ 5 T20 പരമ്പരയിൽ 4-1 പരമ്പര സ്വന്തമാക്കിയിരിക്കുകയാണ് ടീം ഇന്ത്യ. ഈ പരമ്പരയിൽ ഇന്ത്യയുടെ യുവനിര മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ശുഭ്മാൻ ഗിൽ നയിച്ച ഇന്ത്യൻ ടീം ആദ്യ മത്സരം തോറ്റെങ്കിലും പിന്നീട് സിംബാബ്വെയെ നിഷ്പ്രഭരാക്കി യുവനിരയുടെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. അഭിഷേക് ശർമ്മ എന്ന താരം ഈ പരമ്പരയിൽ സെഞ്ചുറി നേട്ടത്തിലൂടെയാണ് തന്റെ വരവ് ക്രിക്കറ്റ് ലോകത്തിന് അറിയിച്ചത്. ആദ്യ മത്സരത്തിൽ റണ്ണൊന്നും എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും രണ്ടാം മത്സരത്തിൽ സെഞ്ചുറി പ്രകടനവുമായാണ് താരം കളമിറങ്ങുന്നത്. കൂടാതെ പ്ലെയർ ഓഫ് ദി സീരീസായി തിരഞ്ഞെടുക്കപ്പെട്ട വാഷിംഗ്ടൺ സുന്ദർ 5.16 ഇക്കണോമിയിൽ താരം വീഴ്ത്തിയത് 8 വിക്കറ്റുകളാണ്. ഈ ഇടങ്കൈ സ്പിന്നറായ താരത്തിന്റെ തിരിച്ചുവരവാണ് ഈ പരമ്പരയിലുടനീളം കണ്ടത്. കളിച്ച മത്സരത്തിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് ഋതുരാജ് ഗെയ്ക്വാഡ്. ഓപ്പണർമാരുടെ അതിപ്രസരം മൂലം താരത്തിനെ മധ്യനിരയിലാണ് ടീം പരീക്ഷിച്ചത്. ഭംഗിയായി താരം തന്റെ ദൗത്യം നിർവഹിച്ചു. 4 മത്സരത്തിൽ നിന്നും ഒരു 50 അടക്കം 133 റൺസാണ് താരം നേടിയത്. അവസാന മത്സരത്തിൽ താരം കളിച്ചിട്ടുണ്ടായിരുന്നില്ല. കൂടാതെ സിംബാബ്വെ ബാറ്റിംഗ് നിരയെ ഈ പരമ്പരയിലുടനീളം ബുദ്ധിമുട്ടിച്ച ഒരു സ്പിന്നറാണ് ബിഷ്ണോയ്. താരം 6 വിക്കറ്റാണ് ഈ പരമ്പരയിലുടനീളം നേടിയത്. ഇന്ത്യയുടെ ബോളർമാരെല്ലാം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഫാസ്റ്റ് ബോളർമാരായ മുകേഷ് കുമാർ, തുഷാർ ദേശ്പാണ്ഡെ, ഖലീൽ അഹമ്മദ്, ആവേശ് ഖാൻ തുടങ്ങിയവരെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ബാറ്റിംഗിലും ഫീൽഡിംഗിലും റിങ്കു സിംഗ് മികച്ചു നിന്നു. അവസാന T20 മത്സരത്തിൽ മാൻ ഓഫ് ദ മാച്ചായി തെരഞ്ഞെടുത്തത് ശിവൻ ദുബെയാണ്. താരവും ഈ പരമ്പരയിലുടനീളം മികച്ച ബോളിംഗും ബാറ്റിംഗുമാണ് നടത്തിയത്. കൂടാതെ അഭിഷേക് ശർമ്മ, റിയാൻ പരാഗ്, ധ്രുവ് ജുറേൽ, സായി സുദർശൻ, തുഷാർ ദേശ്പാണ്ഡെ എന്നിവർ T20 മത്സരത്തിൽ അരങ്ങേറുകയും ചെയ്തു. കൂടാതെ യശസ്വി ജയ്സ്വാളിന്റെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. താരത്തിന്റെ മികച്ച പ്രകടനമാണ് ഈ പരമ്പരയിൽ കണ്ടത്. കൂടാതെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും മികച്ച ബാറ്റിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവസാന മത്സരത്തിൽ സഞ്ജു സാംസന്റെ ആങ്കറിംഗ് ഇന്നിംഗ്സോടെ ആയപ്പോൾ എന്തുകൊണ്ടും ക്രിക്കറ്റ് ആരാധകർക്ക് ഈ പരമ്പര മനസ്സിൽ ഇടം പിടിച്ചൊരു പരമ്പരയാണ്. ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ 110 മീറ്റർ സിക്സർ പറത്തിയാണ് ഇന്ത്യയെ ഭേദപ്പെട്ട സ്കോറിലെത്തിച്ചത്. സഞ്ജു സാംസന്റെ ഈ ഇന്നിംഗ്സാണ് ഇന്ത്യക്കൊരു ഭേദപ്പെട്ട സ്കോർ നൽകിയത്. യുവനിര ഇനി ഇന്ത്യയെ മുന്നോട്ട് നയിക്കും. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും വിരമിച്ചാലും ഇന്ത്യൻ നിരയിൽ പുതിയ താരങ്ങൾക്ക് ഒരു കുറവുമില്ല. യുവനിരയിൽ പലരും അടുത്ത T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി മത്സരിക്കും. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.